2016 തിരുവനന്തപുരം സബ് കളക്ടറായി വന്നത് മുതൽ വിഴിഞ്ഞത്തെ പോസ്റ്റ് വരെ എല്ലാ നിയമനങ്ങളും നൽകിയത് LDF സർക്കാരിൻ്റെ കാലത്താണ് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ LDF സർക്കാരിനോട് അവർക്ക് അങ്ങനെയൊരു താല്പര്യമുണ്ട് എന്നവർ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഇനി അടുത്ത കാര്യം, രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അവർ കൃത്യമായ മറുപടി പറയുന്നില്ല. നാളെ അത് സംഭവിക്കാമെന്നുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഈ വ്യാഖ്യാനം എവിടെയെങ്കിലും ആകാമല്ലോ. അപ്പോൾ ആ വ്യാഖ്യാനത്തിൽ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ തനിക്ക് നാളെ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള, അത് ഇടത് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു താല്പര്യമായി വേണമെങ്കിൽ തോന്നിയാലും അതിന് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഈ പറഞ്ഞിട്ടുള്ള വാചകം ഇല്ല, ഞാൻ വായിച്ച കാര്യമില്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ദിവ്യ എസ് അയ്യർ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന് തോന്നിയിട്ടുണ്ടോ? അതിനെപ്പറ്റി ഇതുവരെ കാര്യമായി ചിന്തിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ കാര്യത്തിൽ പൊതുവെ നോക്കിയാൽ എല്ലാ തലങ്ങളിലും എല്ലാ മേഖലകളിലും പരീക്ഷണങ്ങൾക്ക് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്തും പുതുതായി പഠിക്കാനും പുതിയ പരീക്ഷണം നടത്താനും എല്ലാം സേവന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഓരോ ചുവടും ഞാൻ വളരെ കൃത്യമായി പ്ലാനിങ്ങോടെ ചെയ്യുന്ന ഒരാളാണെന്ന ധാരണ പൊതുവെയുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടല്ല നടന്നത്. അപ്പം നാളെ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം, നിങ്ങൾക്ക് എങ്ങനെയും വിലയിരുത്താം എന്ന രൂപത്തിൽ ഒരു IAS ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം.